പശ്ചാത്താപം. പണ്ട് പണ്ട് ദൂരെ ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു കർഷകനും ഭാര്യയും താമസിച്ചിരുന്നു. അവർക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. എത്ര അധ്വാനിച്ചിട്ടും അന്നത്തേക്കുള്ള വക കണ്ടെത്താൻ കർഷകൻ ഒരുപാട് ബുദ്ധിമുട്ടി. തൻ്റെ മകൾക്ക് സമയത്തിന് ആഹാരമോ വസ്ത്രമോ ഒന്നും നൽകാൻ അയാൾക്ക് സാധിച്ചില്ല. അയാൾ ആകെ വിഷണ്ണനായി. ഒരു ദിവസം അയാളുടെ വിഷമം കണ്ടിട്ട് അയാൾക്ക് മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. ദേവത പറഞ്ഞു, "നീ വിഷമിക്കേണ്ട, നിന്റെ മകളെ എനിക്കൊപ്പം അയക്കൂ. അവളെ ഞാൻ നോക്കിക്കോളാം." ഒരൽപ്പം വിഷമിച്ചിട്ടാണെങ്കിലും കർഷകൻ തന്റെ മകളെ ദേവതയ്ക്കൊപ്പം അയച്ചു. ദേവത അവളെയും കൂട്ടി തന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ ഒത്തിരിയധികം ദേവതമാർ ഉണ്ടായിരുന്നു. ദേവതമാർ എല്ലാവരും ചേർന്ന് കുഞ്ഞിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവരെല്ലാവരും ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കി. സകല സൗകര്യത്തോടും ആർഭാടത്തോടുകൂടിയും അവൾ അവിടെ വളർന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൾക്ക് 13 വയസ്സായി. ഒരു ദിവസം ദേവത അവളെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, "ഞാനൊരു നീണ്ട യാത്ര പോവുകയാണ്. ഈ കൊട്ടാരത്തിന്റെ താക്കോൽ കൂട്ടമെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ 13 മുറികളുണ്ട്. ഓരോ ദിവസവും ഓരോ മുറികൾ നീ തുറക്കുക. പക്ഷേ യാതൊരു കാരണവശാലും 13ാമത്തെ മുറി നീ തുറക്കരുത്. അതൊരു വിലക്കപ്പെട്ട മുറിയാണ്. മനസ്സിലാവുന്നുണ്ടോ?" പെൺകുട്ടി ദേവത പറഞ്ഞത് തലയാട്ടി അനുസരിച്ചു. ദേവത പെൺകുട്ടിയെ വിശ്വസിച്ച് താക്കോൽ കൂട്ടം ഏൽപ്പിച്ച് യാത്രയായി. പെൺകുട്ടി ദേവത പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ മുറി തുറന്നു. കൊട്ടാരത്തിൽ സമ്പത്തും സമൃദ്ധിയും കളിയാടി. അവൾ മറ്റ് ദേവതമാർക്കൊപ്പം കളിച്ചുല്ലസിച്ചു. എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ 13ാമത്തെ മുറിയിൽ എന്താവും ഉണ്ടാവുക എന്നൊരാകാംക്ഷ ദിനംപ്രതി അവളിൽ അധികമാകാൻ തുടങ്ങി. നമുക്ക് വെറുതെ ആ മുറിയൊന്ന് തുറന്നു നോക്കാമായിരുന്നു. ചെറുതായിട്ടൊന്ന് തുറന്ന് അതിലെന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വേഗം അടച്ചേക്കാം, അവൾ മറ്റു ദേവതമാരോട് പറഞ്ഞു. "അയ്യോ, അത് വേണ്ട. ഒരിക്കലും ആ മുറി തുറക്കാൻ പാടില്ല. ഞങ്ങൾ ആരും അത് തുറന്നിട്ടില്ല. തുറന്നാൽ വലിയ പാപമാണ്." മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ പെൺകുട്ടിക്ക് അവളുടെ ജിജ്ഞാസ അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരേ ഒരു തവണ ആ മുറിയൊന്ന് തുറന്നു കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരിക്കൽ കൊട്ടാരത്തിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം അവൾ മെല്ലെ 13ാമത്തെ മുറിക്കരികിൽ എത്തി. പതിയെ താക്കോലിട്ട് പൂട്ടു തുറന്നു. അടക്കാനാവാത്ത ആകാംക്ഷയോടെ അവൾ വാതിൽ അല്പം തുറന്നു. ആ മുറിക്കുള്ളിൽ അസാമാന്യമായ ജ്വാലയോടുകൂടി ഒരു അഗ്നികുണ്ഡം എരിയുന്നതാണ് അവൾ കണ്ടത്. ആദ്യത്തെ അമ്പരപ്പ് മാറി ആ വാതിൽ വലിച്ചടയ്ക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ വലതു കൈപ്പത്തി സ്വർണ്ണ നിറമായി മാറിപ്പോയി. അവൾക്ക് ആകെ പരിഭ്രമവും ഭയവും തോന്നി. തന്റെ ഹൃദയം അതിവേഗം ഇടിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു. വർദ്ധിച്ചു വന്ന ഭയത്തോടെ വാതിൽ പൂട്ടി അവൾ ഓടിച്ചെന്ന് കൈ കഴുകി വൃത്തിയാകാൻ തുടങ്ങി. എന്നാൽ എത്ര കഴുകിയിട്ടും അവളുടെ കൈ സ്വർണ്ണ നിറത്തിൽ തന്നെയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ദേവത മടങ്ങിയെത്തി. പെൺകുട്ടി താക്കോൽ കൂട്ടം ദേവതയെ ഏൽപ്പിച്ചു. "നീ ആ 13ാമത്തെ മുറി തുറന്നുവോ?" ദേവത ചോദിച്ചു. "ഇല്ലല്ലോ, ഞാനത് തുറന്നില്ല." ഉള്ളിൽ ഉണർന്ന ഭയവും വെപ്രാളവും മറച്ചുകൊണ്ടവൾ മറുപടി പറഞ്ഞു. "നീ ആ 13ാമത്തെ മുറി തുറന്നിരുന്നുവോ?" അവളുടെ മറുപടി ശ്രദ്ധിക്കാതെ ദേവത വീണ്ടും ചോദിച്ചു. "ഇല്ലെന്നേ, ഞാൻ തുറന്നില്ല." അവൾ മറുപടി പറഞ്ഞു. "നീ ആ 13ാമത്തെ മുറി തുറന്നിരുന്നുവോ?" 3ാമത്തെ തവണയും ദേവത ചോദിച്ചു. "ഇല്ലല്ലോ, ഞാൻ മുറി തുറന്നതേയില്ല." അവൾ മറുപടി പറഞ്ഞു. ഇത്തവണ ദേവതയുടെ മുഖം മാറി. അങ്ങേയറ്റം കോപത്തോടെ ദേവത അവളോട് പറഞ്ഞു, "അഹങ്കാരി, 3 തവണ എന്റെ മുഖത്ത് നോക്കി നുണ പറഞ്ഞ നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. കടക്കു പുറത്ത്." അത് പറഞ്ഞ് ദേവത അവളുടെ നെറ്റിയിൽ കൈവച്ചു. ആ പെൺകുട്ടി ഉറങ്ങി വീണുപോയി. ഉണരുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട അവൾ ഒരു കാടിന്റെ നടുവിൽ കിടപ്പുണ്ടായിരുന്നു. ചുറ്റിലും പേരറിയാത്ത കുറെ മരങ്ങളും നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷവും. അവൾക്കാകെ സങ്കടവും ഭയവും തോന്നി. വിലക്കപ്പെട്ട മുറി തുറക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു. കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും നദിയിലെ വെള്ളം കുടിച്ചും അവൾ വിശപ്പടക്കി. കാടിനുള്ളിലെ മാറുന്ന കാലാവസ്ഥയിൽ മാറിയെടുക്കാൻ വസ്ത്രം പോലുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവൾ താൻ മുൻപ് ജീവിച്ച ജീവിതം വെറുതെ ഓർക്കും. വർഷങ്ങൾ കടന്നുപോയി.
പെൺകുട്ടി സുന്ദരിയായ യുവതിയായി മാറി. അത് വസന്തകാലമായിരുന്നു. കാടിനുള്ളിലെ ചെറിയ ചെടി പോലും പൂവിട്ട് നിൽക്കുന്ന സമയം. ഒരു രാജകുമാരൻ കാട് കാണാൻ ഇറങ്ങിയ കൂട്ടത്തിൽ പെൺകുട്ടിയെ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ അവന് അവളെ വളരെ ഇഷ്ടമായി. സംസാരശേഷി ഇല്ലെങ്കിൽ കൂടി രാജകുമാരൻ അവളെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞപ്പോൾ അവളുടെ പഴയ സൗന്ദര്യം വീണ്ടും ജ്വലിച്ചു വന്നു. അധികം വൈകാതെ രാജകുമാരൻ അവളെ വിവാഹം കഴിച്ചു. അവർ ആ രാജ്യത്തിലെ രാജാവും റാണിയുമായി. സംസാരിക്കാൻ കഴിയാത്ത രാജ്ഞിയോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ രാജ്ഞി ഗർഭിണിയായി. കൊട്ടാരത്തിൽ സന്തോഷം അലയടിച്ചു. ഏവരും അവളെ ശ്രദ്ധാപൂർവം പരിചരിച്ചു. അങ്ങനെ രാജ്ഞി അതിസുന്ദരനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അന്ന് രാത്രി അവൾ ഒരു സ്വപ്നം കണ്ടു. അവളെ വളർത്തിയ ദേവതയായിരുന്നു ആ സ്വപ്നത്തിൽ. അല്ലയോ പെൺകുട്ടി, വിലക്കപ്പെട്ട മുറി തുറന്നതിലൂടെ നീ പാപിയായിരിക്കുകയാണ്. ആ പാപം എത്ര കാലം കഴിഞ്ഞാലും നിന്നെ പിന്തുടരും. നിന്നെ മാത്രമല്ല, നിന്റെ മക്കളെയും. ആയതിനാൽ നിനക്ക് ഞാനൊരു അവസരം തരികയാണ്. നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊള്ളുക. നിനക്ക് ഞാൻ മാപ്പ് നൽകി നിന്റെ സംസാരശേഷി തിരികെ നൽകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിന്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടുന്നതായിരിക്കും. ഇല്ല, ഞാൻ ആ മുറി തുറന്നിട്ടില്ല, അവൾ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം ദേവത അപ്രത്യക്ഷയായി. കൂടെ രാജ്ഞിയുടെ കുഞ്ഞിനെയും ദേവത കൊണ്ടുപോയി. രാജ്ഞി ഒരു രാക്ഷസിയാണെന്നും കുഞ്ഞിനെ അവൾ തിന്നുകളഞ്ഞെന്നും നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന രാജാവ് ഇതൊന്നും വിശ്വസിച്ചില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം രാജ്ഞി വീണ്ടും ഗർഭിണിയായി. കൊട്ടാരത്തിൽ വീണ്ടും സന്തോഷം അലയടിച്ചു. ഏവരും അവളെ ശ്രദ്ധാപൂർവം പരിചരിച്ചു. രാജ്ഞി വീണ്ടും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അന്ന് രാത്രി അവൾ വീണ്ടും ദേവതയെ സ്വപ്നം കണ്ടു. അല്ലയോ പെൺകുട്ടി, വിലക്കപ്പെട്ട മുറി തുറന്നതിലൂടെ നീ പാപിയായിരിക്കുകയാണ്. ആ പാപം എത്ര കാലം കഴിഞ്ഞാലും നിന്നെ പിന്തുടരും. നിന്നെ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങളെയും. ആയതിനാൽ നിനക്ക് ഞാൻ മറ്റൊരവസരം തരികയാണ്. നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊള്ളുക. നിനക്ക് ഞാൻ മാപ്പ് തന്ന് നിന്റെ സംസാരശേഷി തിരികെ നൽകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിന്റെ ഈ കുഞ്ഞിനെയും ഞാൻ എന്നോടൊപ്പം കൂട്ടും. ഇല്ല, ഞാൻ ആ മുറി തുറന്നിട്ടില്ല, അവൾ വീണ്ടും വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ കൂടി ദേവത അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയായി. ഇത്തവണയും രാജ്ഞി ഒരു രാക്ഷസിയാണെന്നും തന്റെ കുഞ്ഞിനെ അവൾ തിന്നുകളഞ്ഞെന്നും നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ ഇത്തവണയും അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന രാജാവ് ഇതൊന്നും വിശ്വസിച്ചില്ല. ഏറെ നാളുകൾക്ക് ശേഷം രാജ്ഞി വീണ്ടും ഗർഭിണിയായി. ഇത്തവണ അവൾക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. ഇത്തവണ ദേവത രാജ്ഞിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവത അവളെ അവർ മുൻപ് താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ പൂന്തോട്ടത്തിൽ രാജ്ഞിയുടെ 2 കുട്ടികളും ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് രാജ്ഞിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് ദേവത പറഞ്ഞു, അല്ലയോ പെൺകുട്ടി, വിലക്കപ്പെട്ട മുറി തുറന്നതിലൂടെ നീ പാപിയായിരിക്കുകയാണ്. ആ പാപം എത്ര കാലം കഴിഞ്ഞാലും നിന്നെ പിന്തുടരും. നിന്നെ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങളെയും. ആയതിനാൽ നിനക്ക് ഞാൻ അവസാനമായി ഒരവസരം നൽകുകയാണ്. നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊള്ളുക. നിനക്ക് ഞാൻ മാപ്പ് തന്ന് നിന്റെ സംസാരശേഷി തിരികെ നൽകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിനക്ക് പിറന്നിരിക്കുന്ന ഈ പെൺകുഞ്ഞിനെയും ഞാൻ എന്നോടൊപ്പം കൂട്ടുന്നതായിരിക്കും. ദേവതയുടെ വാക്കുകൾ കേട്ടിട്ടും അവൾക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. താൻ ആ മുറി തുറന്നിട്ടില്ല എന്ന് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ഉറക്കമുണർന്നപ്പോൾ രാജ്ഞിയുടെ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ രോക്ഷാകുലരായി. രാജ്ഞി ഒരു രാക്ഷസിയാണെന്നും തന്റെ കുഞ്ഞുങ്ങളെ അവൾ തിന്നു കളഞ്ഞതാണെന്നും നാട്ടുകാർ ഉറപ്പിച്ചു. എത്രയും വേഗം അവളെ ശിക്ഷിക്കണമെന്ന് ആളുകൾ മുറവിളി കൂട്ടി. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ രാജാവ് രാജ്ഞിയെ വിചാരണയ്ക്ക് അർഹയാക്കി. എന്നാൽ സംസാരശേഷിയില്ലാത്ത അവൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ല. അവളെ തീ കൂട്ടി അഗ്നിക്കിരയാക്കാൻ ശിക്ഷ വിധിച്ചു. കത്തുന്ന വിറകുകൾക്കിടയിൽ നിന്ന് ശരീരം വേദനിച്ചപ്പോൾ അവളുടെ അഹങ്കാരം ഇല്ലാതായി. മരിക്കുന്നതിന് മുന്ന് താൻ ചെയ്ത തെറ്റ് ഏറ്റുപറയാൻ അവളുടെ ഉള്ളം കൊതിച്ചു. അവൾ സർവശക്തിയും കൊണ്ട് കണ്ണീരോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദേവതേ, ഞാനാണ് അത് ചെയ്തത്.
ഞാനാണ് ആ വിലക്കപ്പെട്ട മുറി തുറന്നത്. എൻ്റെ പാപം ക്ഷമിച്ചു തരണേ. അടുത്ത നിമിഷം ആകാശത്തൊരു വലിയ മിന്നലുണ്ടായി. ശേഷം നല്ല ശബ്ദത്തിൽ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. രാജ്ഞിക്ക് ചുറ്റിലുമുണ്ടായിരുന്ന തീ കെട്ടുപോയി. ദേവത പ്രത്യക്ഷപ്പെട്ട് അവളുടെ തെറ്റ് ക്ഷമിച്ചു. എന്നിട്ട് അവളുടെ 3 കുട്ടികളെയും അവൾക്ക് തിരികെ കൊടുത്തു. പിന്നെയുള്ള കാലം രാജാവും രാജ്ഞിയും കുട്ടികളും സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും ഷെയറും ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.